ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകാനായിരുന്നു. ഇപ്പോൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ മിക്ക ദിവസവും അമ്പലത്തിൽ പോകാറുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വെളുത്താട്ടും തലക്കാട്ടും കൂടി പോകാനിരുത്തി. അപ്പോൾ രണ്ടമ്പലത്തിലും കൂടി കൊടുക്കാനുള്ള പൂവില്ല, അതായത് കുറച്ച് പൂവേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് തലക്കാട്ട് കൊടുത്തിട്ട് പോകാനിരുത്തി. അങ്ങനെ നേരെ പൂക്കളൊക്കെ പറിച്ചിട്ട് റോസാണ് നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ടുള്ളത്. അത് ഈ ഒരു മഴക്കാലത്ത് മാത്രമാണ് കേട്ടോ റോസ് ഉണ്ടാവാറ്. റോസ് ഞാൻ കൂടുതൽ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലം ആ ഒരു ടൈമിൽ കട്ട് ചെയ്ത് കൊടുക്കും. അതിൻ്റെ കമ്പ് മാത്രമാക്കി വെക്കും, ഇലയെല്ലാം ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ മഴക്കാലം ആകുമ്പോൾ എല്ലാ കൊല്ലവും നമുക്ക് ഒരുപാട് പൂവുണ്ടാവും കേട്ടോ. നമ്മളെല്ലാം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്ന് അമ്പലത്തിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അന്നന്ന് വിരിയണ പൂവാണ് കേട്ടോ ഉള്ളത്. പിന്നെ കുറേയൊക്കെ നല്ല മഴ ഇരുന്നിട്ട് ഇവിടെ എറണാകുളത്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതായത് തലേ ദിവസം വിരിയണ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് വിരിഞ്ഞിട്ടുള്ള പൂക്കളാണ് ഇതെല്ലാം. ഇതിലാണെങ്കിൽ നിറച്ച് വെള്ളം വന്നിട്ടാ. അങ്ങനെ നേരെയുള്ള റോസയൊക്കെ പറിച്ചു. പിന്നെ കുറച്ച് നമ്മളപ്പുറം ചെമ്പരത്തി നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അതായത് കട്ട ചെമ്പരത്തി, അതും കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെപ്പോൾ പറിക്കുമ്പോഴും ചെമ്പരത്തിയിലാണെങ്കിലും അതുപോലെ തന്നെ റോസയിലാണെങ്കിലും ഒരു റോസ അങ്ങനെ നിർത്താറുണ്ട് കേട്ടോ. അതിന് ഇത്രയും പൂവാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ തലക്കാട്ട് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, വെളുത്താട്ടും കൂടി കൊടുക്കാനുള്ള പൂവില്ലായിരുന്നു. ഇതിനകത്ത് കണ്ടില്ല, ഇവിടെ ഫുള്ള് ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് കിടക്കേണ്ട. അതായത് തലേദിവസം വിരിഞ്ഞ് പൂ ഇങ്ങനെ ഒരുപാട് വയലാണ്ട് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ കൊഴിഞ്ഞു പോകാറുണ്ട്. പിന്നെ നേരെ അതൊക്കെ പറിച്ച് നേരെ തലക്കാട്ടേക്ക് പോയി. തലക്കാട്ട് നമ്മുടെ വീടിനടുത്തുള്ള അമ്പലമാണ്. എൻ്റെ മിക്ക വീഡിയോസിലും ഞാൻ കാണിക്കാറുണ്ട്. വെളുത്താട്ടമ്പലം അങ്ങനെ എപ്പോഴൊന്നും കാണിക്കാറില്ല, എപ്പോഴും നമ്മൾ പോകാറില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് അമ്പലത്തിൻ്റെ വീഡിയോസ് ഫുൾ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ എടുത്തു വരുമായിരുന്നു. അപ്പോഴാണ് കറക്റ്റായിട്ട് ഈ ഒരാളെ കണ്ടത്. ഇതാണെങ്കിൽ എൻ്റെ കൂട്ടുകാരത്തിയുടെ അച്ഛനും അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം എന്നെയും കൂടി ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോസും കൂടി എടുത്ത് പിന്നെ നേരെ അമ്പലത്തിൽ കയറി തൊഴുത്. അമ്പലത്തിൻ്റെ ഉള്ളിലെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പുറത്ത് വീഡിയോസാണ് ഈ കാണുന്നതൊക്കെ. പുറത്താണെങ്കിലും അകത്താണെങ്കിലും കുറച്ചിനെ പായൽ പോലെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, മഴയൊക്കെ പെയ്തിട്ടാകെ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ തലക്കാട്ടമ്പലം. ഇപ്പുറം കാണുന്നത് പുതിയൊരു ഓഡിറ്റോറിയം വരുവാണ് കേട്ടോ നമ്മളുടെ ഇവിടെ. അങ്ങനെ നേരെ തൊഴുതിറങ്ങിയിട്ട് നേരെ നമുക്ക് വെളുത്താട്ടേക്ക് പോകണം. ഇവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ വെളുത്താട്ടേക്ക്. ഇതാണ് നമ്മളുടെ അമ്പലത്തിൻ്റെ ഫുൾ വ്യൂ ആയിട്ട് കാണുന്നത്. അത് സാധാരണ നമുക്ക് ഇങ്ങനെ നേരെയല്ല, നമ്മൾക്ക് നടന്നു തന്നെ സൈഡിൽ കൂടെയാണ് കേട്ടോ നമ്മളുടെ വീട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക വീഡിയോസിലും ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റാറില്ല. ഇന്ന് നമുക്ക് വെളുത്താട്ട് പോകേണ്ടതുകൊണ്ട് ഞാൻ നേരെ തന്നെ നടന്നു പോന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ തൊഴുത് പുഷ്പാഞ്ജലിയൊക്കെ വാങ്ങിച്ച് നേരെ വെളുത്താട്ടേക്ക് എത്തി. വെളുത്താട്ട് എന്നപ്പോൾ ഞാൻ കയറുന്ന ആ ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതി, പിന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കറക്റ്റ് ഞാൻ ചെല്ലുന്ന ടൈമിലാണ് നട തുറന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തായിട്ടൊരു സർപ്പത്തിൻ്റെ ഒരു കാവ് പോലെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നേരെ പോയി തൊഴുതിന് ശേഷം നേരെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ചെറുത്തിലേക്ക് ഞാനും ചേച്ചിയും ഒരുപാട് പോകുമായിരുന്നിട്ട് ഇവിടെ. അതായത് നമുക്ക് ക്ലാസ് ഇല്ലാത്ത ടൈമില്ലേ, അതായത് 2 മാസം നമുക്ക് ലീവൊക്കെ കിട്ടില്ലേ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ മിക്ക ദിവസം പോകുമായിരുന്നു. പിന്നെ അങ്ങനെ വെളുത്താട്ട് പോകലൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇന്ന് വെളുത്താട്ടും തലക്കാട്ടും പോയി നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വന്ന വഴിക്ക് അമ്മനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.